വെൽക്കം ടു ഫാൻ പെർസ്പെക്റ്റീവ് ഗൈസ്. ഡിസപ്പോയിൻമെൻറ്റ്, അഗ്നി, ദേഷ്യം എല്ലാം ഉണ്ട്. കാരണം വെരി സിമ്പിൾ, ഈസി വിൻ ആവേണ്ട ഒരു കളി, ഒരു ഫിക്സ്ചർ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ലോങ് അവൈറ്റഡ് ഗെയിമായിരുന്നു എവർട്ടൺ യുണൈറ്റഡ്. ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം നമ്മളൊരു ഒരു ഒരു നല്ലൊരു പ്രോമിസിങ് വിൻ ആഗ്രഹിച്ച, ബിക്കോസ് അത് ആഗ്രഹിക്കേണ്ട എല്ലാ അർഹതയും നമ്മുടെ ഫാൻസിനുണ്ട്. ബിക്കോസ് 5 ഗെയിം അൺബീറ്റൻ റണ്ണായിരുന്നു. നല്ല മെന്റാലിറ്റി കാഴ്ചവെച്ചിരുന്നു. 3 ജയങ്ങൾ, 2 ഡ്രോ. ആ 2 ഡ്രോവും കമ്മിങ് ബാക്ക്, എന്താ പറയാ, നല്ല കംബാക്ക് നടത്തിയിരുന്നു. പിന്നെ ലീഡ് വിട്ട് കളഞ്ഞിട്ടുണ്ട് ഓബ്വിയസ്ലി, ശരിയാണ്. പക്ഷെ ദെൻ വി ഹാഡ് ദാറ്റ് മെന്റാലിറ്റി ടു കം ബാക്ക്, വിച്ച് ഇസ് എ പോസിറ്റീവ് സൈൻ, വിച്ച് ഇസ് എ ഗുഡ് തിങ് ഇൻ ദ പ്രീമിയർ ലീഗ് ബൈ യുണൈറ്റഡ് കമ്പയർഡ് ടു ലാസ്റ്റ് സീസൺ. എന്നിട്ട് ഒരു 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 ഫ്രസ്ട്രേറ്റിംഗ് റിസൾട്ട്. അത് 10 men ആയ എവർട്ടനോട് തോൽക്കുക എന്ന് പറഞ്ഞാൽ കുറെ സ്റ്റാറ്റുകളുണ്ട്, കാണാനും കേൾക്കാനൊക്കെ നല്ല നല്ല രസമുള്ള കുറെ സ്റ്റാറ്റുകളുണ്ട്. അതായത് ഷോട്ട്സ് എടുത്തു, നമ്മൾ 25 ഷോട്ട്സ് എടുത്തു. ഓക്കെ, അവരാണെങ്കിൽ 3 ഷോട്ട്സ് എടുത്തുള്ളൂ. പക്ഷെ അവരുടെ ആക്യുറസി ഭയങ്കര കൂടുതലാണ്. ബിക്കോസ് എന്താ, അവരെടുത്തത് കൺവേർട്ട് ചെയ്തു, അവർ ക്ലിനിക്കലായിരുന്നു. പിന്നെ സ്വന്തം ടീമിനെ അടിച്ചിട്ട് പോയ 10 men ആയ ഒരു സൈഡ്. അപ്പോൾ അത് അവരുടെ ആ അലൈൻമെന്റ് ഇല്ലായ്മയും അവരുടെ ആ ഒരു ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിനെ നമ്മൾ നല്ല രീതിയിൽ ചാനലൈസ് ചെയ്ത് ആ മൊമെന്റ് ക്യാപിറ്റലൈസ് ചെയ്യാതെ സ്വന്തം അങ്ങ് എന്താ പറയാ കുഴിയിലങ്ങ് വീണു. നമ്മള് വീടിന് വോട്ടിട്ടു. ഒരു 10 men ആയ ഒരു സൈഡിനോട് കളിക്കുമ്പോൾ നമുക്ക് ഒരു പ്ലാൻ, എന്തെങ്കിലും ഒരു പ്ലാൻ, ഇൻ ഗെയിം മാനേജ്മെന്റ്. ഇവിടെയാണ് ഇൻ ഗെയിം മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആവുന്നത്. 10 men ആണ് അവര്, 11 പോലും അല്ല, 10 men ആണ് അവര്. ഒരാളെ ഡൗൺ ആയി, അപ്പൊ അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാതെ ആ ഫൈനൽ തേർഡിൽ ഓവർലോഡ് കൊടുക്കാതെ അവരെ അങ്ങ് ഈസി ആയിട്ട് കളിക്കാൻ പറ്റും. ബ്രൂണോ സ്റ്റിൽ ഞാൻ പറയാം ബെസ്റ്റ് പ്ലെയർ ആൻഡ് വേഴ്സ്റ്റ് പ്ലെയർ, എല്ലാവരും പറയുന്ന പോലെ തന്നെ ബെസ്റ്റ് പ്ലെയർ ആൻഡ് വേഴ്സ്റ്റ് പ്ലെയർ. അതേപോലെ തന്നെയായിരുന്നു ആ എന്താ പറയാ, ഡ്യൂസ്ബറി കയറി അങ്ങ് വരുമ്പോ ബ്രൂണോ കുഡ് ഹാവ് പുട്ട് മോർ എഫേർട്ട് ഇൻ വിന്നിങ് ദ ബോൾ. എനിക്കങ്ങനെ തോന്നി. ഹി കുഡ് ഹാവ് റിയലി പുട്ട് സോളിഡ് എഫേർട്ട് ടു വിൻ ദ ബോൾ. അല്ലെങ്കിൽ ടാക്കിൾ ചെയ്ത്, യെല്ലോ കാർഡിലൊന്നും അല്ലല്ലോ, ഒരു ടാക്കിൾ ചെയ്യുക. കാരണം അത് എഡ്ജ് ഓഫ് ദ ബോക്സിൽ എത്തിയിട്ട് എങ്ങനെ വേണമെങ്കിൽ ഷോട്ട് അൺലീഷ് അയക്ക്, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഒരു പാസ് മേക്ക് ചെയ്യാം, ഹി കെൻ ഗോ ഫോർ ദ ഷോട്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വിൻ ദ ബോൾ ഓർ അറ്റ്ലീസ്റ്റ് മേക്ക് എ ഗുഡ് ടാക്കിൾ. ദേഷ്യം, ഫ്രസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റാറ്റ്സ് എടുത്ത് നമ്മുടെ അത്ലറ്റിക്കിന്റെ ലോറി വിറ്റ്വെലിന്റെ സ്റ്റാറ്റ് തന്നെ എടുത്ത് പറയാം. നമ്മുടെ ഫീൽഡ് ടിൽറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റ് അയാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ടെറിട്ടോറിയൽ ഡോമിനൻസ് കാണിക്കുന്നത്. അതിപ്പോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ദ നമ്പർ ഓഫ് ടച്ചസ് ഓർ പാസസ് ഇൻ ദ ഫൈനൽ തേർഡ്, ലൈക്ക് ഒപ്പണന്റിന്റെ ഫൈനൽ തേർഡിൽ നമ്മൾ ചെയ്യുന്ന പാസസ് ബൈ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് touches or passes by both the teams in both the final thirds. ഇത് അതായത് ഒരു ടീമിന്റെ ഡിവൈഡഡ് ബൈ ദി അതർ ടീം ഇൻറ്റു 100, അങ്ങനെയാണ് കിട്ടുക. അതിൽ 67 ഉം 33 ആണ് വരുന്നത്. ഇത്രയും സ്റ്റാറ്റും ഇതും ഉണ്ടായിട്ടും പിന്നെ PPDA, പാസ് പെർ ഡിഫെൻസീവ് ആക്ഷൻ, അതിൽ നമുക്ക് നല്ല റേറ്റ്, അതായത് കുറഞ്ഞ PPDA ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ വേഗം ബോൾ വിൻ ബാക്ക് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇത്ര ഇന്റൻസിറ്റിയോടെ പ്രസ് ചെയ്യുന്ന ഒരു ടീം ബോൾ വിൻ ബാക്ക് ചെയ്തിട്ടും നമ്മൾ കൺവേർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അർത്ഥമില്ല. പിന്നെ അതിൽ എന്ത് കാര്യമുള്ള? നമ്മള് വിൻ ബാക്ക് ചെയ്യുന്നു, നമ്മള് ബോള് നമ്മളെ കയ്യിൽ വെക്കാൻ നോക്കുന്നു. കുറെ മൊമെന്റ്സ് എടുത്ത് പറയാനുണ്ട്. ഞാൻ എന്താ പറയാ, ഈ വീഡിയോ പല എനിക്ക് ദേഷ്യം വരുന്ന കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അമാദ് ഒരു ത്രോ എടുത്തിരുന്നു, ആരെങ്കിലും എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല. ഒരു സൈഡ് ലൈൻ, ഒരു പ്രൊഫഷണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലത്തെ ഒരു ക്ലബിൽ കളിക്കുമ്പോൾ ഒരു ത്രോ കിട്ടിയിട്ട് ആ ത്രോ എടുക്കുമ്പോൾ ത്രോ ലൈൻ അത്ര പോലും സ്പേഷ്യൽ അവയർനെസ് ഇല്ലാണ്ടാണോ എടുക്കുന്നത്? പിന്നെ എന്ത് കോച്ചിങ്, എന്ത് സ്റ്റാഫാണ്, എന്താണ് ഇവർ ചെയ്യുന്നത്? ആസ് എ ഫാൻ ഐ ഫീൽ ദാറ്റ് ഐ ഡിസേർവ് ടു ടെൽ ദിസ്. ഒരു ബേസിക് ത്രോ എടുക്കാതെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒരു ലോക്കൽ ടൂർണമെന്റ് അല്ല, ഇതൊരു ഇമ്പോർട്ടന്റ് ത്രോ. നമുക്ക് ത്രോയിൻ കിട്ടുമ്പോൾ നമ്മളത് മര്യാദ യൂസ് ചെയ്യാതെ, എനിക്കറിയില്ല എന്താണ് ഇവരെ ഉദ്ദേശിക്കുന്നത്. അമാദ് കുറെ പോയി, പക്ഷെ അമാദ് ഓൾസോ വാസ് ക്ലൂലെസ്. പിന്നെ ഇഞ്ചുറി പ്രശ്നമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കുനിയ, ശശ്കോ
കൂനിയ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ലൈക്ക് ആ ബിൽഡപ്പ് ഫേസിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ലാന്ന് പറയുന്നില്ല. ബട്ട് ബട്ട് ഇതില്ലാതെയും ജയിക്കേണ്ട ഒരു ക്ലബ്ബല്ല യുണൈറ്റഡ്. ട്രാൻസ്ഫർ മാർക്കറ്റിലുണ്ടായിരുന്നു, വേണ്ടതൊക്കെ ചെയ്തിരുന്നു, എന്നിട്ടും ജയിച്ചില്ല എന്ന് പറഞ്ഞാൽ, എന്നിട്ടും പ്രോപ്പറായിട്ടുള്ള സൈനിങ്സ് നടത്തിയില്ല എന്ന് പറഞ്ഞാൽ, കൂനിയ എംബൂമോ എന്താ പറയാ, അൺഡൗട്ടഡ്ലി ബെസ്റ്റ് സൈനിങ്സ് ഫോർ യുണൈറ്റഡ് ദിസ് സീസൺ, അതിലൊന്നും ഒരു സംശയമില്ല, ഒരു തർക്കമില്ല. പക്ഷേ വെൻ യു ലുക്ക് അറ്റ് ദ ബെഞ്ച്, ഇന്നലെ ഷോ ലേസി എന്ന് പറഞ്ഞ ആ ഒരു അക്കാഡമി പ്രൊഡക്റ്റ് ആയിരുന്നു. സ്ട്രൈക്കർ ആയിട്ടുണ്ട്, യുണൈറ്റഡിന്റെ സ്ട്രൈക്കർ ഓപ്ഷൻ ആയിട്ട് ഫസ്റ്റ് തവണ സ്ക്വാഡിൽ വന്ന ഒരാളോ, ഇറ്റ്സ് ലൈക്ക് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു സംഭവം. പിന്നെ ആ ഒരു ഗോൾ അടിച്ചതിൽ പിന്നെ യുണൈറ്റഡ് വാസ് ഓൾവേസ് ലൈക്ക് നോക്കിംഗ് ദ ഡോർസ്. പക്ഷെ പിക്ഫോർഡിന്റെ വൺ മാൻ ഷോ ആയിരുന്നു. പിക്ഫോർഡ് പുൾഡ് ഓഫ് സം വേൾഡി, സം എക്സെപ്ഷണൽ സേവ്സ്. അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ എന്നാലും അങ്ങനെയാണോ വേണ്ടത്? ഒരു 10 man ആയിട്ടുള്ള ഒരു സൈഡിൽ കളിക്കുമ്പോൾ കുറച്ചും കൂടി ഓവർലോഡ് കൊടുത്ത്, കുറച്ചും കൂടി ഒരു പ്ലാനോടെ പോയി അത് എക്സിക്യൂട്ട് ചെയ്യാതെ എല്ലാരും കിട്ടുമ്പോ ബോൾ അടിച്ചു നോക്കാം, കിട്ടിയാ കിട്ടി. അതിൽ എനിക്കൊരു ലോജിക്കും തോന്നിയില്ല. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ പൊസഷൻ വൈസും ഒക്കെ എല്ലാത്തിലും യുണൈറ്റഡ് ആയിരുന്നു. ഫൈനൽ ഒരു 70 minutesന് ശേഷം സോക്സി ഒക്കെ ഒരു നല്ല ഹെഡർ പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ലൈക്ക് നല്ല വൈറ്റ് സ്ട്രെച്ചിൽ പിക്ഫോർഡ് അത് സേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. മേസൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ഹാഫ് ടൈമിന് ശേഷം. മേസൺ ട്രൈ ടു ക്രിയേറ്റ് എ ലോട്ട്, ട്രൈ ടു ബ്രിങ് ദാറ്റ് മൊമെന്റം ബാക്ക്, ബട്ട് ദെൻ ഹി കുഡന്റ് ഫൈൻഡ് ഒരു ത്രെട്ട് ആവാൻ പറ്റിയില്ല മേസൺ മൗണ്ടിനും. ബ്രൂണോ അഗൈൻ ജസ്റ്റ് കംപ്ലൈനിങ് അബൌട്ട് എവറി അതർ തിങ്സ്, അല്ലാതെ ഒരു പ്രോപ്പറായിട്ട് ക്യാപിറ്റലൈസ് ചെയ്ത് ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ, ഹി ഈസ് നോട്ട് എ ക്യാപ്റ്റൻ മെറ്റീരിയൽ. ദാറ്റ്സ് വാട്ട് റോയ് കെയ്ൻ പറഞ്ഞു, സത്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അതാ ഞാൻ പറഞ്ഞ ബെസ്റ്റ് പ്ലെയർ ആൻഡ് വേഴ്സ്റ്റ് പ്ലെയർ, ലൈക്ക് എന്തും സംഭവിക്കാം ബ്രൂണോയുടെ കയ്യിൽ കിട്ടുമ്പോൾ. ചിലപ്പോൾ പെർഫോം ചെയ്യും, ചിലപ്പോൾ പെർഫോം ചെയ്യില്ല. അങ്ങനത്തെ ഒരു പ്ലെയർ ആണോ നമുക്കൊരു ക്യാപ്റ്റൻ ആയിട്ട് വേണ്ടേ? കോമന്റ് സെക്ഷനിൽ നിങ്ങൾ പറഞ്ഞു, എനിക്കറിയത്തില്ല. എൻ്റെ മൈൻഡിൽ വേണ്ട. ഐ തിങ്ക് യു ഷുഡ് ഗോ. ലൈക്ക് ഒരു മാച്ച് മോശമാകുമ്പോൾ പോകണമെന്നല്ല, ഒരു ലോങ് ടേമിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരാളല്ല ബ്രൂണോ എന്ന് എനിക്ക് തോന്നുന്നു. കോമന്റ് സെക്ഷനിൽ നിങ്ങൾ പറ, ബ്രൂണോ പോണോ, നിൽക്കണോ, അതോ ബ്രൂണോ റൊട്ടേഷന് റെഡി ആവണോ ബെഞ്ചിൽ നിന്ന് വരാൻ? പക്ഷെ അങ്ങനെ ആകുമ്പോൾ ആരായിരിക്കും നമ്മൾ ടാലിസ്മാൻ? ആരായിരിക്കും നമ്മൾ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പ്രോപ്പർ ടെമ്പോ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പ്ലെയർ? എനിക്കറിയില്ല. ഇവർ എന്ത് സൈനിങ്സ് നടത്തുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ലോറി വിറ്റ്വെലിന്റെ തന്നെ പുതിയ ന്യൂസ് വന്നിട്ടുണ്ട്. മാക്ലൈ എന്ന് പറഞ്ഞ ആള് സീനിയർ സ്കൗട്ടിങ്ങിന്റെ ഹെഡായിട്ട് അവർ അപ്പോയിന്റ് ചെയ്തു. ഐ തിങ്ക് കീപ്പർ സ്കൗട്ടിങ് ഇസ് ഡൂയിങ് എ ഗുഡ് ജോബ്. ലൈക്ക് ടോണി കോട്ടൺ, പണ്ടത്തെ സിറ്റിയുടെ കോച്ച്, യുണൈറ്റഡിൽ ഉണ്ടാകുമ്പോഴും ഡാവിഡ് ഹെയുടെ സൈനിങ്ങും അയാൾ തന്നെയാണ്. ഐ മീൻ നല്ല മുൻകൈ എടുത്ത് നടത്തിയത് അയാൾ തന്നെയാണ്. സെന്റ് ലെവൻസിന്റെ സൈനിങ് അയാൾ തന്നെയാണ് നടത്തിയത്. ഒനാനയുടെ സൈനിങ്ങിൽ അയാൾ ഇൻവോൾവ് ആയിരുന്നില്ല. അത് നമ്മൾ പിന്നെ കണ്ടു, നമ്മളത് അനുഭവിച്ചു. സോ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് കൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് ടോപ്പ് 5 കയറാൻ പറ്റിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൊണ്ട് തൊലയ്ക്കാന്ന് പറയില്ലേ, കൊണ്ട് തൊലച്ചു, അത്രേ പറയാനുള്ളൂ. കാരണം ഈസിലി നമുക്ക് ആ ഒരു ടോപ്പ് 5 സ്പോട്ട് കിട്ടേണ്ടതായിരുന്നു. എവർട്ടനും അത്ര പോയിന്റില്ല. ഇപ്പൊ എവർട്ടൺ നമ്മളെടുത്തായി പോയിന്റ്സ് ഇതില്. സോ അവരത്ര വലിയൊരു സൈഡല്ല. ഏറ്റവും വലിയൊരു സ്റ്റാറ്റ്, ഡേവിഡ് മോയ്സ് എന്ന് പറഞ്ഞ പണ്ടത്തെ എവർട്ടന്റെ കോച്ചായിട്ടുള്ള, അതിനുശേഷം ഫെർഗുസൺ പോകുമ്പോ ഈ വീടിന്റെ ചാവിയും ഇതൊക്കെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഡേവിഡ് മോയ്സിന്റെ കയ്യിൽ കൊടുത്തിട്ട് നമ്മുടെ മാനേജറായിട്ട്, പിന്നെ പല ഒപ്പോസിഷൻ ടീമിന്റെ മാനേജറായിട്ട് ഓൾഡ് ട്രാഫോർഡിൽ വന്നിട്ട് 18 തവണ ജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 19ാമത്തെ തവണ അതും നടന്നിരിക്കുന്നു. ആ സ്റ്റാറ്റും നമ്മൾ റൂബൻ അമറമിന്റെ കീഴിൽ യുണൈറ്റഡ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു ഡേവിഡ് മോയ്സിന്. വല്ലാത്തൊരു കഷ്ടം തന്നെ. 18 അടവും പഠിച്ചിട്ട് 19ാമത്തെ അടവിലാണ് ഡേവിഡ് മോയ്സ് ഓൾഡ് ട്രാഫോർഡിൽ വന്നിട്ട് ജയിക്കണേ. ഒന്ന് ആലോചിക്കുക, നമ്മുടെ ഹോം ഓൾഡ് ട്രാഫോർഡിൽ നടക്കുന്ന ഒരു കളി അത്ര വലിയ ടഫ് ഫിക്സർ ഒന്നല്ല. ഇനിയിപ്പോ അടുത്ത ക്രിസ്റ്റൽ പാലസിലേക്ക് പോകാം, സെൽഹേഴ്സ് പാർക്കിലേക്കാ പോകാൻ പോണേ. അത് എവിടെയാണെന്ന് തോന്നുന്നു. യെസ്, അതൊരു വൺ ഹെൽ ഓഫ് ഗെയിം ആയിരിക്കും. അത് യുണൈറ്റഡിനിട്ട് അവർ വെള്ളം കുടിപ്പിക്കുന്നതന്നെ എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് വേറൊരു മെയിൻ കാര്യം പറയാനുള്ളത്, ഐ വോണ്ട് യു ഗൈസ് ടു ഓൾസോ പുട്ട് യുവർ തോട്ട്സ് ഓൺ ദ കമന്റ് സെക്ഷൻ ഓൺ ദിസ്. നമ്മൾ അണ്ടർഡോഗ്സ് ആയാൽ മാത്രമേ പെർഫോം ചെയ്യുള്ളൂ. എനിക്ക് ഭയങ്കര ഡൗട്ടാണത്. അണ്ടർഡോഗ്സ് ആയി പോയാൽ നമ്മൾ ഭയങ്കര പെർഫോമൻസ് ആണ്.
അതേപോലെ തന്നെ നമ്മൾ ഈ കൗണ്ടറിൽ മാത്രം നമുക്കൊരൊറ്റ ഇതുള്ളൂ, കൗണ്ടറിൽ ചെയ്യാം, കൗണ്ടറിൽ അടിക്കാം. അപ്പൊ മറ്റേ ടീമും ഇതേ രീതിയിലാണെങ്കിലോ, അവരും കൗണ്ടറിൽ അടിക്കാവുന്ന രീതിയിലാണെങ്കിലോ അറിയില്ല. ഇത് ബോൾ കിട്ടിയ എന്താ ചെയ്യണ്ടേ എന്ന് എല്ലാവർക്കും ഓരോരോ ഇൻഡിവിജ്വലി കളിക്കാൻ അറിയാം. ഒരു ടീമായിട്ട് എങ്ങനെയാ കളിക്കുക ഇപ്പോഴും അറിയില്ല. ബ്രൈറ്റനെതിരെയൊക്കെ നമ്മളത് കണ്ടു, ഒരു ടീമായിട്ട് കളിക്കുന്നതൊക്കെ. കാശ്മീരോ ഒക്കെ കൂടി ഇൻവോൾവ് ചെയ്ത് ഡബിൾ പിവറ്റില് വിങ്ങിലേക്ക് ബോൾ കൊടുത്ത് ഒരു 5-4-1 ഡിഫെൻഡ് ചെയ്ത് 3-4-2-1 തന്നെ എന്താ പറയാ പ്രോഗ്രസ് ചെയ്ത് അതൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ അണ്ടർഡോഗ്സ് ആയ മാത്രമേ നമ്മൾ പെർഫോം ചെയ്യുന്നുള്ളൂ. നമ്മൾ ജയിക്കില്ല എന്ന് വിചാരിച്ചൊരു കളിക്ക് പോയാൽ നമ്മളത് ജയിക്കും. അങ്ങനെയാണ് ഒരു ചാമ്പ്യൻ ടീം വേണ്ടത്. ഇപ്പൊ ചാമ്പ്യൻസ് അല്ല, ശരിയാണ്, പക്ഷെ ചാമ്പ്യൻ ആവാൻ ശ്രമിക്കുന്ന ഒരു ടീമും അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അതുകൊണ്ട് എനിക്കറിയില്ല, ഇനി സമാധാനം തരില്ല എന്ന് ഉറപ്പിച്ചിട്ട് കളിക്കാൻ ഇറങ്ങുന്ന പോലെയുണ്ട് ഇവരെല്ലാരും. എനിക്കറിയില്ല ഇനി ആര് രക്ഷിക്കുന്ന എനിക്കറിയില്ല. സ്കൗട്ടിങ് മാറി, സ്ട്രക്ചർ മാറ്റി, പുതിയ കോച്ച് വന്നു, പുതിയ പുതിയ ഷെയർ ഹോൾഡേഴ്സ് വന്നു. എന്താണ് ഇനി മാറാനുള്ള? മെന്റാലിറ്റി മാറുന്നു നമ്മൾ പറഞ്ഞു വരുമ്പോഴേക്കും അതും പോയി. 5 കളിയായിട്ട് നല്ല മെന്റാലിറ്റി ആണ്. കമ്മിങ് ഫ്രം ബാക്ക്, കമ്മിങ് വെൻ യു ആർ ലൂസിങ് 1-0 ഒക്കെ ആകുമ്പോൾ നല്ല. ഐ സ്റ്റിൽ ബിലീവ് ഡെലിറ്റ് ഹാഡ് എ ഗുഡ് ഗെയിം. എന്ത് മോശം കളി യുണൈറ്റഡ് സംഭവിച്ചാലും ഡെലിറ്റ് ഹാഡ് എ ഗുഡ് ഗെയിം. ഡെലിറ്റിനെ ബോൾ കിട്ടുമ്പോഴേ നമുക്കൊരു ഫാൻസിന് ഒരു വിശ്വാസമുള്ളൂ. ഹി മൈറ്റ് മേക്ക് സം പ്രോമിസിംഗ് പാസ്, he will make something which helps the other players to progress. ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാസ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് ഉറപ്പുള്ളത് ഡിലീറ്റിന് ചെയ്താൽ. ബാക്കി യുണൈറ്റഡിലുള്ള ഫ്രണ്ട് ത്രീ ആരും, എംബൂമോ ഉണ്ടായിരുന്നു, പക്ഷെ എംബൂമോ ഓൾസോ ഗോട്ട് എന്താ പറയാ, he got easily tackled by the back four of Everton. സോ ഈസി വിൻ ആവേണ്ട ഒരു കളി കൊണ്ടുപോയി കളഞ്ഞു. സമാധാനം തരില്ല ഇവര്. വീണ്ടും ഒരു ഫ്രസ്ട്രേറ്റിംഗ് വീക്കെൻഡ്. സമാധാനം തരുമെന്ന് വെച്ചാൽ അടുത്ത വീക്ക് സെൽഹേഴ്സ്റ്റ് പാർക്കിലേക്ക് പോണേ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു നരകതുല്യമായ ഒരു സ്ഥലമാണ്. ലിവർപൂളിലും ചെൽസിക്കും സിറ്റിക്കും പോലും ടഫാണ്. പിന്നെയാണോ നമ്മള്? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. നമ്മൾ എങ്ങനെ ഇത് തരണം ചെയ്യുന്ന എനിക്കറിയില്ല. ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്, അത്രേ പറയാനുള്ളൂ. ഈ കളി വെച്ചിട്ട് ഒന്നും പറയാനില്ല. എത്രത്തോളം യുണൈറ്റഡിന് താഴാൻ പറ്റും അവർ കാണിച്ചു തരാം നമുക്ക്, എത്രത്തോളം താഴാൻ പറ്റുന്നു. വി ക്യാൻ ഡു ദിസ്. അല്ലാതെ എത്രത്തോളം ബെറ്റർ ആവാൻ പറ്റും നമുക്ക് കാണിച്ചു തരുന്നില്ല. ഒരു 5 കളി ബെറ്റർ ആയി കളിക്കുമ്പോൾ ഫാൻസ് വിൽ ബാക്ക് യു. ദാറ്റ് ഈസ് ഫോർ യു ടു സ്റ്റിൽ പെർഫോം ബെറ്റർ. അല്ലാതെ ഡിപ്പ് ആവാനല്ല. ഇത് ആരോട് പറയാൻ എന്ത് പറയാന്ന് എനിക്കറിയില്ല. എനിവേസ്, share your thoughts in the comment section. Thank you and see you in another video.